വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് ചേമ്പ് കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നതെന്ന്. ചേമ്പൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ. ചേമ്പ് കൊണ്ട് നമുക്കൊരു തീയൽ ഉണ്ടാക്കാം. ഞാൻ പല ടൈപ്പ് തീയൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള, നമ്മൾ പൊട്ടറ്റോ കൊണ്ടൊക്കെ തീയൽ ഉണ്ടാക്കത്തില്ലേ, ഏതാണ്ട് ആ ഒരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അതിനായിട്ട് ഞാൻ 3 ചേമ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു സവോളയ്ക്ക് പകരം ചെറിയുള്ളി ഇടാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് അതാ കേട്ടോ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ സവോള ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സാമ്പാർ പുളി. ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണേ. ഈ ചേമ്പ് പുഴുങ്ങിയൊക്കെ തിന്നാനും നല്ലതാണ് കേട്ടോ. മുളകൊക്കെ പൊട്ടിച്ച് നമ്മൾ കപ്പ കഴിക്കത്തില്ലേ, അതുപോലെ പുഴുങ്ങി ആ ഒരു മുളകിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഞാനിത് അരിഞ്ഞിട്ട് കാണിക്കാവേ. ഞാൻ ഈ ചേമ്പൊക്കെ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കീറിയിട്ടു, സവോളയും ഇതുപോലെ അരിഞ്ഞു വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ആവശ്യത്തിന് തേങ്ങ എടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുത്തെടുക്കണം. നമ്മൾ ഈ തേങ്ങ ഇവിടെ ഒരു ബ്രൗൺ കളർ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ആദ്യം ഇടണേ. മല്ലിപ്പൊടിക്ക് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ മല്ലിപ്പൊടി ഇട്ടൊന്ന്, അതിനുശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണേ. അതും 1 ടേബിൾ സ്പൂൺ ഇടുക. ഞാൻ അത് 1 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ, സ്വല്പം ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്വല്പം എരിവും കൂടെ വരുവേ. പിന്നെ എരിവ് ഒട്ടും വേണ്ടാത്തവർക്കാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇട്ടാൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടെ ഒരു 1-2 മിനിറ്റ് സിമ്മിലേ വെച്ചേക്കാവുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാ, പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും സിമ്മിലിടണം, അല്ലാന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകും. സിമ്മിലിട്ട് 1 മിനിറ്റ്, ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ പാത്രത്തിന്റെ ചൂടിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഫ്ലെയിം ഞാനങ്ങ് നിർത്തുകയാണ്. നിർത്തിയിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മാത്രമേ അരയ്ക്കാവുള്ളൂ. ആദ്യം ഒട്ടും വെള്ളം ഒഴിക്കാതെ ചെറിയ ജാറില്ലേ, അത് ഇട്ടൊന്ന് കറക്കി എടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല പോലെ അങ്ങ് പൊടിഞ്ഞു കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അരിഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ഈ തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവോള, പച്ചമുളക് ആദ്യം വഴറ്റാവേ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കറിയായത് കേട്ടോ. ഈയിടെ ഞാനതെങ്ങനെ ഓർത്തത്, അമ്മ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി തരുമല്ലോ, അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അമ്മമാരുണ്ടാക്കി തരുന്ന ചില കറികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അത് നമ്മളിങ്ങനെ കുറച്ച് ആ സമയം നമുക്കത് അത്ര പിടിക്കത്തൊന്നുമില്ലോ, ഇതാണോ, ഇതെന്തിനോ ഉള്ള എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മൾ അതിൻ്റെ അഭിപ്രായമൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ അവരൊക്കെ അങ്ങ് ഇല്ലാതായി കഴിയുമ്പോൾ നമ്മൾ അന്ന് ഉണ്ടാക്കി തന്ന ആ ഒരു ഫുഡിനെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഇതും കൂടെ നമുക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ആ അരപ്പൊക്കെ നന്നായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ അരച്ചത്. 2-3 മിനിറ്റ് ഇങ്ങനെ ഈ എണ്ണയിൽ കിടന്നൊന്ന് ഇത് വഴന്ന് വരണേ. നല്ലപോലെ ഇതിനകത്ത് കിടന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിനകത്ത് കൂട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കണേ. ഈ പുളി കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ഇതുപോലെ ഇതിൻ്റെ അകത്തിട്ട് ചേർത്ത് കൊടുക്കണം. അരിപ്പിയൊന്നും ഞാൻ എടുക്കുന്നില്ല, ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് എടുക്കുക കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ചേമ്പ് വേകാനായിട്ട് ഇച്ചിരി സമയം വേണമല്ലോ. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണേ. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നല്ലപോലെ കുറുകി വന്നോളൂ. ഇനി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേന് എല്ലാ സാധനങ്ങളും ആയി. എന്നിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. നമ്മുടെ തീയൽ ഇവിടെ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റോളം നല്ല ഫ്ലെയിമിൽ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സിമ്മിലേക്ക് മാറ്റി. ഇപ്പോൾ നമ്മുടെ തീയൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി, ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേമ്പ് വെന്തോന്ന് നോക്കാൻ ഇങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് കുത്തി നോക്കിയാൽ മതി. ചേമ്പ് അല്ലെങ്കിൽ പൊട്ടറ്റോ അതിനൊക്കെ ഒരു സ്വല്പം വേവുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമുക്കൊരു 10-20 മിനിറ്റ് എടുക്കും ഈ തീയലൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചേമ്പ് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ചാറൊക്കെ നല്ല കുറുകി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ, എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പം തീയലാന്ന് പറഞ്ഞാലും ഓരോ സാധനങ്ങൾ ഇടുമ്പോഴും വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റാവേ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചി. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയും കൂടെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് തന്നെ കറികളൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. പുറത്തുനിന്നൊക്കെയുള്ള ഫുഡൊക്കെ ആകുമ്പം കുറച്ച് കേടാകാതിരിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ല പ്യുവറായിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.